പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം. ത്യാഗമൂർത്തിയായ ശ്രീ ശിവനെ ഭജിക്കുന്നവർ പ്രായേണ ധനികന്മാരും സുഖഭോഗികളുമായി കാണപ്പെടുന്നു. എന്നാൽ സർവസമ്പദ്ദേവതയായ മഹാലക്ഷ്മിയുടെ പതിയായ ശ്രീഹരിയെ സേവിക്കുന്നവർ അങ്ങനെ കാണപ്പെടുന്നില്ല. ഈ വൈരുദ്ധ്യത്തിന് കാരണം എന്തെന്നരുളി ചെയ്യണമേ എന്ന് പരീക്ഷിത്ത് ശ്രീശുക മഹർഷിയോട് ചോദിച്ചപ്പോൾ ശ്രീശുകൻ പറഞ്ഞു, ശ്രീ ശിവൻ നിത്യാനന്ദ സ്വരൂപനാണ്. എങ്കിലും ശക്തി അഥവാ പ്രകൃതിയോടുകൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രകൃതി ഗുണങ്ങളായ സത്വ രജസ് തമസുകൾക്കനുസരിച്ചുള്ള 3 വിധ ഫലങ്ങളെ ഭജിക്കുന്നവർക്ക് നൽകുന്നു. ശ്രീ ശിവൻ സത്വഗുണ സമ്പൂർണനും നിർഗുണനും ആണെന്നറിഞ്ഞ് ഭജിക്കുന്നവർക്ക് കൈവല്യവും, രാജസ താമസ ഭാവത്തിൽ ഭജിക്കുന്നവർക്ക് ഐഹിക സുഖഭോഗങ്ങളും സിദ്ധിക്കുന്നു. എന്നാൽ ശ്രീഹരിയാകട്ടെ ഗുണാതീതനും ക്ഷരാക്ഷരങ്ങൾക്കതീതനുമായ പുരുഷോത്തമനാണ്. അതിനാൽ ശ്രീഹരിയെ ഭജിക്കുന്നവർ സ്വാഭാവികമായും ത്രിഗുണാതീതരായി ഭവിക്കുന്നു. അങ്ങയുടെ സംശയം തന്നെ ഒരിക്കൽ യുധിഷ്ഠിരൻ ശ്രീ ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, വിഷയങ്ങൾ ദുഃഖപ്രദങ്ങളാണ്, ഉപേക്ഷിക്കേണ്ടതാണ് എന്ന വിവേകത്തോടുകൂടി എന്നെ സേവിക്കുന്ന യാതൊരു ഭക്തനെ ഞാൻ അനുഗ്രഹിക്കണമെന്ന് സങ്കല്പിക്കുന്നുവോ അവൻ്റെ ധനത്തെ ഞാൻ ക്രമത്തിൽ അപഹരിക്കും. അവന് സ്വയം ഉപേക്ഷിക്കാൻ കഴിയാത്ത ധനത്തെ ഞാൻ അപഹരിക്കുന്നത് അവന് ഞാൻ ചെയ്യുന്ന അനുഗ്രഹമാണ്. ആദ്യം അവൻ ധനനാശത്തിൽ ക്ലേശിച്ചാലും ക്രമേണ എൻ്റെ കൃപയാൽ വിരക്തി വന്നുകൊള്ളും. അതുവരെ അവൻ വീണ്ടും ധനം സമ്പാദിക്കാൻ ശ്രമിക്കും. അതിനെയും ഞാൻ വിപലമാക്കും. നിർധനനെ സ്വജനങ്ങൾ ഉപേക്ഷിക്കും. കാലക്രമത്തിൽ അവന് ദൃഢമായ വിരക്തിയുണ്ടാകും. പിന്നീട് ധനാർജനത്തിനുള്ള ശ്രമം ഉപേക്ഷിച്ച് എൻ്റെ ഭക്തന്മാരുടെ കൂടെ കൂടും. വിരക്തിയോടുകൂടിയ ഭക്തി ഉറയ്ക്കുമ്പോൾ ഞാൻ പരമാർത്ഥബോധം നൽകി അനുഗ്രഹിക്കും. ഇപ്രകാരം ആരംഭത്തിൽ ദുഃഖം കൊടുത്ത് വിരക്തിയുണ്ടാക്കി അവസാനം ശാശ്വത ബ്രഹ്മാനന്ദം കൊടുക്കുന്നതാണ് എൻ്റെ അനുഗ്രഹ വിശേഷം. മന്ദബുദ്ധികൾ ഈ സൂക്ഷ്മമറിയാതെ എന്നെ വെടിഞ്ഞ് അന്യദേവന്മാരെ ഭജിക്കുന്നു. ക്ഷിപ്രപ്രസാദികളായ ആ ദേവന്മാർ സേവിക്കുന്നവൻ്റെ ഗുണദോഷം നോക്കാതെ ഐശ്വര്യങ്ങൾ കൊടുക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഗർവിച്ച് തോന്നിയതുപോലെ നടക്കുന്നു. മാത്രമല്ല, തങ്ങൾ വരം തന്ന ദേവനെ പോലും അവഹേളിച്ച് ഒടുവിൽ നശിക്കുന്നു. അത് കേട്ട് ധർമ്മപുത്രരുടെ സംശയം തീർന്നു. ഉദാഹരണമായി വൃകാസുരന്റെ കഥ കേട്ടുകൊള്ളുക. ശകുനിപുത്രനായ വൃകാസുരൻ ഒരു നാൾ ശ്രീ നാരദരോട് വേഗം പ്രസാദിക്കുന്ന ദേവൻ ആരാണെന്ന് ചോദിച്ചു. ഗിരീശനെ ഉപാസിച്ചാൽ വേഗം പ്രസാദിക്കും, അതുപോലെ വേഗം കോപിക്കുകയും ചെയ്യുമെന്ന് ദേവർഷി പറഞ്ഞു. അസുരൻ കേദാരക്ഷേത്രത്തിൽ പോയിരുന്നു. സ്വദേഹത്തിൽ നിന്നും മാംസം അറുത്ത് അഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് ശിവനെ ആരാധിച്ചു. അങ്ങനെ 6 ദിവസം കഴിഞ്ഞിട്ടും ദേവൻ പ്രത്യക്ഷനായില്ല. അപ്പോൾ സങ്കടം തോന്നിയിട്ട് 7ാം നാൾ തൻ്റെ ശിരസ് മുറിച്ച് ഹോമിക്കാനായി വാളെടുത്തു. മഹാകാരുണികനായ ദൂർജടി അഗ്നിയിൽ നിന്ന് ഉദ്ധാനം ചെയ്ത് അവൻ്റെ കൈ പിടിച്ചു. ഭഗവത് സ്പർശത്താൽ അവൻ്റെ ദേഹം അംഗഭംഗം തീർന്ന് പ്രകാശിച്ചു. സാഹസം മതി, നിനക്കെന്തു വരം വേണമെങ്കിലും തരാം. എൻ്റെ ഭക്തൻ അല്പം ജലം സമർപ്പിച്ചാലും ഞാൻ സന്തോഷിക്കും എന്നിരിക്കെ നീ വെറുതെ ശരീരം അറുത്ത് ഹോമിച്ചുവല്ലോ എന്ന് ഭഗവാൻ അരുളി ചെയ്തു. മഹാപാപിയായ വൃഗൻ, ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അവൻ ഉടനെ മരിക്കണമെന്ന ഘോരവരമാണ് ചോദിച്ചത്. അത് കേട്ട ശിവൻ വൈമനസ്യത്തോടു കൂടിയാണെങ്കിലും പാമ്പിന് അമൃതം കൊടുക്കുന്നത് പോലെ ചോദിച്ച വരം കൊടുത്തു. ഉടനെ അസുരനും ആ വരബലത്താൽ ശിവനെ നശിപ്പിച്ച് ഗൗരീദേവിയെ കൈക്കലാക്കണമെന്നാണ് തോന്നിയത്. ആ ദ്രോഹി മഹേശ്വരന്റെ ശിരസിൽ കൈവയ്ക്കാൻ ഭാവിച്ചു. താൻ വരം കൊടുത്തവനെ താൻ തന്നെ വധിക്കേണ്ട എന്നു കരുതി ഭഗവാൻ ഭീതനെ പോലെ നാനാദിക്കിലും ഓടി. ഒടുവിൽ പരമശാന്തന്മാരുടെ പരമഗതിയായ ശ്രീനാരായണന്റെ ആസ്ഥാനത്തിലെത്തി. ദേവന്മാരെല്ലാം നോക്കി നിന്നു. ശ്രീഹരി ദൂരെ വെച്ച് തന്നെ ശ്രീ ശിവന്റെ അവസ്ഥ കണ്ട് ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ അസുരനെ സമീപിച്ച് വിനയം നടിച്ചു പറഞ്ഞു, ഹേ ശാകുനേയ, അങ്ങ് വളരെ ദൂരം ഓടി തളർന്നിരിക്കുന്നുവല്ലോ. ശരീരത്തെ ഈ വിധം ക്ലേശിപ്പിക്കാമോ? അല്പം വിശ്രമിച്ചിട്ട് അങ്ങയുടെ ഉദ്ദേശം എന്തെന്ന് പറയൂ. എന്നാൽ കഴിയുന്ന സഹായം ചെയ്യാം. ശ്രീ ഭഗവാന്റെ അമൃതവാണി കേട്ട് അസുരൻ കാര്യം പറഞ്ഞു. വൈകുണ്ഠനാഥൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, അത് കൊള്ളാം, നല്ല നേരം പോക്ക് തന്നെ. ശിവൻ വരം തന്നെന്നോ? അതിന് വല്ല വിലയുമുണ്ടോ? ദക്ഷശാപത്താൽ ഈശ്വരത്വം നഷ്ടപ്പെട്ട് പിശാചായി പ്രേതപിശാചുക്കളോടുകൂടി അലഞ്ഞു തിരിയുന്ന ആ ദേവൻ വരം തന്നാലുണ്ടോ ഫലിക്കാൻ പോകുന്നു? ഇല്ലെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല.
അങ്ങേക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ സ്വന്തം തലയിൽ കൈവച്ച് നോക്കൂ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വെറുതെ വരവും കൊടുത്ത് ലോകരെ വഞ്ചിക്കുന്ന ശംഭുവിനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. ഇനിയും ആരെയും ഈ വിധം കബളിപ്പിക്കരുതല്ലോ. വേഗമാകട്ടെ എന്ന് പറഞ്ഞു ഭഗവാന്റെ വിചിത്ര വാക്കുകളാൽ ബുദ്ധി ഭേദിച്ച അസുരൻ വീണ്ടും വിചാരം കൂടാതെ ശിരസിൽ കൈവച്ചു. തൽക്ഷണം ഇടിവെട്ടേറ്റതുപോലെ തല പൊട്ടിത്തെറിച്ച് അവന്റെ കഥ കഴിഞ്ഞു. ദേവാദികൾ ഭയം തീർന്ന് സന്തുഷ്ടരായി പുഷ്പവൃഷ്ടി ചെയ്തു. പുരുഷോത്തമൻ ശ്രീ ശങ്കരനോട് പറഞ്ഞു, മഹാദേവ, ഈ സ്വാമിദ്രോഹി പാപത്താലാണ് നശിച്ചത്. അവിടുത്തെ പാദഭക്തന്മാരെ ദ്രോഹിച്ചാൽ കൂടിയും സർവനാശം ഭവിക്കും. എന്നിരിക്കെ വിശ്വേശ്വരനും ജഗദ്ഗുരുവുമായ നിന്തിരുവടിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ട ഈ കൃതജ്ഞന് എങ്ങനെ ഗുണം വരും എന്നരുളി ചെയ്തു. അപരിമിത ശക്തിയുടെ നിധാനവും പരമാത്മാവും പരമപുരുഷനുമായ ശ്രീഹരി ശ്രീ ശിവനെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ച ഈ പുണ്യകഥ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവന് ഒരിക്കലും ശത്രുഭയമോ സംസാര ദുഃഖമോ ഉണ്ടാവുകയില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.